എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും ടീച്ചേഴ്സ് ഡേ അധ്യാപക ദിനമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ 2 വീഡിയോയും നമ്മൾ അധ്യാപക ദിനമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്തത്. ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ കുറച്ച് ഇവൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വീഡിയോ അധ്യാപക ദിന ക്വിസായിരുന്നു. അപ്പോൾ 2 വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സ് ഡേ ഫംഗ്ഷനൊക്കെ എക്സൽ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പോസ്റ്റേഴ്സാണ്. പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് പോസ്റ്ററായിട്ട് കോട്ടൊക്കെ എഴുതി അല്ലെങ്കിൽ കുറച്ച് സെൻറ്റൻസൊക്കെ എഴുതി പോസ്റ്ററോ പ്ലക്കാർഡോ ആയിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പിക്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് പോസ്റ്റേഴ്സാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? പോവാം. ഓക്കെ, ആദ്യം തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിനെ മിസ് ചെയ്തിട്ട് നമുക്ക് ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിക്ചർ ഒന്നുകിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ, നിങ്ങൾ ക്രേസുള്ള ആളാണെങ്കിൽ നിങ്ങൾ വരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം. കുറച്ച് വലിയ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് അതൊട്ടിച്ച് അദ്ദേഹത്തിൻ്റെ കോട്ടൊക്കെ എഴുതി നിങ്ങൾക്കൊരു പ്ലക്കാർഡായിട്ടോ പോസ്റ്ററായിട്ടോ നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാം. ഒന്നുകിൽ അസംബ്ലിക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നോട്ടീസ് ബോർഡിൽ പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിലെ നോട്ടീസ് ബോർഡിൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പിക്ചർ നിങ്ങൾക്ക് അധ്യാപക ദിനമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൽ കൊണ്ടുപോകുന്നതാണ്. അടുത്ത എന്താണ്? ഒരു പിക്ചറാണല്ലേ, ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു പിക്ചർ. നമ്മൾ ABCയും IEയും എല്ലാം തുടങ്ങിയത് സ്കൂളിൽ നിന്നാണല്ലേ. വീട്ടിൽ നിന്ന് നമ്മുടെ അമ്മയൊക്കെ പഠിപ്പിച്ച് തന്നിട്ടായിരിക്കും നമ്മൾ സ്കൂളിലോട്ട് പോകുക ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെയാണല്ലേ തുടങ്ങുക. സ്കൂളിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമ്മുടെ ടീച്ചർ നമ്മുടെ കൈ പിടിച്ച് എഴുതിപ്പിച്ചിട്ടാണ് നമ്മൾ ഇത്രയും വലിയ നിലയിലോട്ടൊക്കെ പിന്നെ എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്കിത് പോസ്റ്ററായിട്ട് കൊണ്ടുപോകാം, വരച്ചോ ഒട്ടിച്ചോ നിങ്ങൾക്ക് ഇത് പോസ്റ്ററാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഇത് കാണുന്നത് ചെറിയ കുട്ടികളുടെ അമ്മമാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ടീച്ചറിന് കുഞ്ഞു ക്ലാസ്സല്ലേ, അപ്പോൾ അവർക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരുടെ കെയറോടുകൂടി ഇതുപോലൊരു സംഭവം ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ ടീച്ചറിനും ഹാപ്പിയാവും, കുട്ടികളും ഹാപ്പിയാവും. അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങുന്നത് തന്നെ അവരുടെ ഇനിയുള്ള ലൈഫിൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. അവർ ഇങ്ങനെയുള്ള കാര്യത്തിന് ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കാനൊക്കെ നല്ലതായിരിക്കും. സോ ഇത് ഭയങ്കര മീനിങ് ഫുള്ളായിട്ട് എനിക്ക് തോന്നി, ആൻഡ് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. സോ ഇങ്ങനെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റോ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു പിക്ചറാണ്, ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും. ഇത് നമുക്ക് വരയ്ക്കാൻ ഈസിയാണല്ലേ, ഒരു സൈഡ് വ്യൂ ആയതുകൊണ്ട് തന്നെ വരയ്ക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്താലും മതി. പ്രിൻ്റ് എടുത്ത് ഇതിലൊരു കോട്ടൊക്കെ എഴുതി, അല്ലെങ്കിൽ ഇതിപ്പോൾ ടീച്ചറിന് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ ടു മൈ ഡിയർ ടീച്ചർ എന്നൊക്കെ എഴുതി, ഹാപ്പി ടീച്ചേഴ്സ് ഡേ, ടു മൈ ഫേവറേറ്റ് ടീച്ചർ എന്നൊക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി നൈസ്. സോ ഇതും ഒരു നല്ലൊരു പോസ്റ്ററാണ്. ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനും പോസ്റ്റാക്കാനും പ്ലക്കാർഡാക്കാനും ഒക്കെ നല്ലതാണ്. അടുത്തത് ഈ പിക്ചർ നോക്കുമ്പോൾ എന്താണ്, നമുക്കൊരു അമ്മ മോൾ അങ്ങനെ ഒരു പിക്ചറൈസേഷൻ കൊടുക്കാനായിരിക്കും അല്ലേ പറ്റുന്നത്. ശരിയാണല്ലേ. നമ്മളിപ്പോൾ ഫസ്റ്റ് സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മളെല്ലാം പഠിക്കുന്നത് നമ്മുടെ അമ്മയുടെ നിന്ന് അച്ഛൻ്റെ നിന്നല്ലേ. അതുകൂടാതെ നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നാലും നമ്മളെ കൂടുതൽ അക്കാഡമിക് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് മിക്ക വീടുകളിലും അമ്മമാർ തന്നെ ആയിരിക്കും അല്ലേ. അച്ഛന്മാരും കൂടും, എങ്കിലും കൂടുതലായിട്ട് അമ്മമാർ തന്നെ ആയിരിക്കും. സോ ടീച്ചേഴ്സ് ഡേയിൽ നമുക്ക് അമ്മമാരെ വിട്ടുകളയാൻ പറ്റുമോ? ഇല്ല, അമ്മമാരും നമ്മുടെ ബെസ്റ്റ് ടീച്ചേഴ്സ് തന്നെയാണ്. സോ ടീച്ചേഴ്സ് ഡേക്ക് നമ്മുടെ അമ്മമാരോട് നമുക്ക് പോയി പറയാം ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന്. ഓക്കെ, അച്ഛന്മാരോട്. ഇവിടെ എന്താണ്, ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പോസ്റ്ററാണല്ലേ. നമുക്കൊരു 4 പെൻസിൽ വരച്ചിട്ട് നമുക്ക് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ സോ നൈസ്. ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ പെൻസിലിന് കുറച്ച് വലിപ്പം കൂട്ടി വരച്ചിട്ട് അകത്തൊരു കോട്ട് എഴുതി ടീച്ചേഴ്സ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോട്ട്സ് നമുക്ക് കിട്ടും. ഡോക്ടർ രാധാകൃഷ്ണൻ്റെ തന്നെ കോട്ട്സ് ഉണ്ട്, മലാല യൂസഫ്സായി, ഞാൻ ഇന്നലത്തെ ക്വിസിൽ അവരുടെ ഒരു ഫേമസ് കോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയുടെ കോട്ട്സ് ഉണ്ട്, അധ്യാപനവും വിദ്യാഭ്യാസവും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള കോട്ട്സൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് പോസ്റ്ററായിട്ടും പ്ലക്കാർഡായിട്ടും നിങ്ങൾക്കിത് പ്രസൻറ്റ് ചെയ്യാം. ഇവിടെ എന്താണ്, സ്കൂളിലോട്ട് നമ്മുടെ ടീച്ചർ ഒരു കുട്ടീനെ കൈപിടിച്ച് കയറ്റാണല്ലേ. ഇത് ഭയങ്കര മീനിങ് ഫുള്ളാണ്. നമ്മൾ എത്തുന്ന ഹൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സിലൂടെയാണ്. ഇപ്പോൾ നമ്മളൊരു pre-KG തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ വരെ, നമ്മളിപ്പോൾ കോളേജ് കഴിയുന്ന വരെ നമ്മുടെ ലൈഫിൽ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. സോ
അങ്ങനെ ഒരു പിക്ചറൈസേഷൻ നടത്തുന്നതാണ്. ഇപ്പോൾ പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ കയറുന്നത്. സോ നമ്മുടെ പുസ്തകമുണ്ട്, ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് നമ്മുടെ ടീച്ചേഴ്സിലൂടെയാണ്. അപ്പോൾ ആ ഒരു മീനിങ്ങിലുള്ളൊരു പിക്ചറാണ്. വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ വരയ്ക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരച്ച് നല്ലോണം പ്രസൻറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഇവിടെ എന്താ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ പോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ടീച്ചറിൻ്റെ ടേബിൾ ആയിരിക്കുമല്ലോ ഓർമ്മ വരിക. ഒരു ടീച്ചറിൻ്റെ ടേബിളിൽ മെയിനായിട്ട് എന്താ ഉണ്ടാവുക, കുറേ പുസ്തകങ്ങൾ കാണും, ഒരു പെൻ സ്റ്റാൻഡ്, ഒരു സ്കെയില്, നമ്മുടെ ടീച്ചറിൻ്റെ കണ്ണാടി. ഇതൊക്കെയാണല്ലോ ഒരു ടീച്ചേഴ്സ് ടേബിളിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടേബിളിനെ കാണിക്കുന്ന ഒരു പിക്ചറായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഓക്കെ, ഇവിടെ എന്താണ്, ദ ടീച്ചർ ഈസ് ദ വൺ ഹു ഇൻസ്പയർഡ് അസ് ടു സ്കെയിലിംഗ് അവർ ഡ്രീം ബിഗ്. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മളെ, അല്ലെങ്കിൽ നമ്മളെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണല്ലേ നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഞാൻ നാളെ എങ്ങനെ ആവണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ടീച്ചേഴ്സിനെ കണ്ടിട്ടായിരിക്കും. ചില സബ്ജക്റ്റ് ഉണ്ടല്ലോ, ചില സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് തന്നെ ആ ടീച്ചർ കാരണമായിരിക്കും. ആ ടീച്ചർ അത്രയും നന്നായിട്ട് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ടീച്ചർ അത്രയും നന്നായിട്ട് സ്റ്റുഡൻസുമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടീച്ചറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അയ്യോ ടീച്ചർ പഠിപ്പിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ടീച്ചറിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ പഠിക്കുമല്ലേ. സോ ആ സബ്ജക്റ്റ് പഠിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ടീച്ചർ പഠിപ്പിച്ചതുകൊണ്ടായിരിക്കും നമ്മൾ ചില സബ്ജക്റ്റ് പഠിക്കണം എന്ന് തന്നെ തീരുമാനിക്കുന്നതും അതിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് വന്ന് ചിലപ്പോൾ അതിൽ തന്നെ നമ്മൾ ഹയർ സ്റ്റഡീസിന് പോവുകയൊക്കെ ചെയ്യുന്നത്. സോ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇന്നലെയും വീഡിയോയിൽ പറഞ്ഞു, നമ്മുടെ ലൈഫിൽ ഒരു നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാലും സ്റ്റിൽ കണക്ട് ചെയ്യുന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ ഉണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇൻ അവർ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ്. ഇവിടെ എന്താണ്, നമുക്കൊരു ചെടി നടണം. നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെടിച്ചട്ടി എടുത്തു, അതിനകത്ത് മണ്ണ് നിറച്ച്, അതിനകത്ത് വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കി, എന്നിട്ട് നമ്മൾ കുറച്ച് വിത്തൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചാലല്ലേ നമുക്ക് ആ ചെടി വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ബ്രെയിൻസ് ഗ്രോ ആവാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മുടെ തോട്ട് പ്രോസസ്സ് വളരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ടീച്ചർ അല്ലേ. ഈ പിക്ചർ ഭയങ്കര മീനിങ് ആണല്ലേ. ഇങ്ങനെ ഒരു പോസ്റ്ററൊക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയാൽ ടീച്ചേഴ്സ് വിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇത്രയും മീനിങ് ആണ്. ഇത് വരയ്ക്കാനായാലും ഇത് എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ നിങ്ങളെ ഇങ്ങനെ ആക്കുന്നത്, നിങ്ങളാക്കിയ ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചറിന് കൊടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റ് ഈ പിക്ചറായിരിക്കും അല്ലേ. സോ ഇതൊരു നല്ലൊരു പോസ്റ്ററാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ എന്തായാലും ഇവിടെ ഒരു ക്ലാസ് റൂമാണ്. ക്ലാസ് റൂം ആക്കുന്നത് നമ്മൾ കുട്ടികളും ടീച്ചറും കൂടെ ചേർന്നാലാണ്. കുട്ടികൾ മാത്രം ഇരുന്നുകൊണ്ടോ ടീച്ചർ മാത്രം ഇരുന്നുകൊണ്ടോ കാര്യമുണ്ടോ? ഇല്ല, ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ആ ഒരു സ്നേഹവും ഇടയ്ക്കിടയ്ക്കുള്ള വഴക്കും ഇടയ്ക്കിടയ്ക്കുള്ളൊരു ശകാരവും പിന്നെ സ്നേഹവും പഠിപ്പിക്കലും ഒക്കെ ചേരുമ്പോഴാണ് ഒരു ക്ലാസ് റൂം ആവുന്നത് അല്ലേ. അങ്ങനെ നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു കോട്ടൊക്കെ എഴുതി ക്ലാസ് റൂമിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതിയിട്ട് നമുക്കിതൊരു പോസ്റ്ററായിട്ട് കൊണ്ടുപോകാം. ഇവിടെ എന്താണ്, കണ്ണാടി, ബുക്സ്, പെൻസില്, ക്യാപ്പ് ഒക്കെ വെച്ചിട്ട് ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ പോസ്റ്റർ. ഇവിടെ 5th October എന്നാണ് തന്നിട്ടുള്ളത്. അത് നമ്മുടെ ദേശീയ അധ്യാപക ദിനമല്ല, ദേശീയ അധ്യാപക ദിനമാണ് September 5. ഇത് ലോകത്തിലെ അധ്യാപക ദിനമാണ്. ഇത്രയും പോസ്റ്റേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, ഗിഫ്റ്റ് എന്ന് പറയുന്നത് മേടിച്ച് കൊടുക്കാനൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു പടമൊക്കെ വരച്ച് ജസ്റ്റ് ഒരു വിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഒന്നുകിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വിഷ് ദം. ഹായ് ടീച്ചർ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് വിഷ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞെന്നാണെങ്കിൽ ഫോൺ എടുക്കുക, വാട്സാപ്പൊക്കെ ഉണ്ടല്ലോ, ടീച്ചറിനൊരു മെസ്സേജ് ഇടുക, ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു മൈ ഡിയർ ടീച്ചർ. അതൊക്കെ ഇടുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.